ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ 5-ാമത് പതികത്തിലെ 1-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചിത്തൻറുരൈക്കിർ ചടപാതകമുണ്ടതൈ പിരിത്ത് ചത്തന്തു ചൊല്ലിൽ അചത്തുമങ്കേ വന്നു ചാർന്നിടുമാൽ ചിത്തം കുളിർந்த ചുകമെനിൽ തുക്കമനൈത്ത് മറ്റൊരു തന്മയുള്ളൊരു ദൈവതമെன்றுം നമുക്കുള്ളതേ. ചിത്തൻറുരൈക്കിർ ചടപാതകമുണ്ടതൈ പിരിത്ത് ചത്തന്തു ചൊല്ലിൽ അചത്തുമങ്കേ വന്നു ചാർന്നിടുമാൽ ചിത്തം കുളിർത്ത ചുകമെനിൽ തുക്കമനൈത്ത് മറ്റൊരു തന്മയുള്ളൊരു ദൈവതമെன்றுം നമുക്കുള്ളതേ. ചിത്തൻറ ഉരൈക്കിർ, ചിത്താകുന്നു ദൈവസ്വരൂപം എന്ന് പറഞ്ഞാൽ ചടപാതകമുണ്ട്, അവിടെ ജഡബാധയുണ്ട്. അതേ പിരിത്ത്, അതിനെ മാറ്റി നിർത്തി ചത്തന്ത് ചൊല്ലിൽ ദൈവം സത്താകുന്നു എന്ന് പറഞ്ഞാൽ അചത്തും അങ്കേ വന്ന് ചാർന്നിടുമാൽ, അസത്തും അവിടെ വന്നു ചേരുമല്ലോ. ചിത്തം കുളിർന്ന, ചിത്തം കുളിർന്ന, സുഖം എന്നിൽ, സുഖം അഥവാ ചിദാനന്ദം എന്നാണ് പറയുന്നതെങ്കിൽ തുക്കം, ദുഃഖം അനൈത്തുമറ്റ ഒരു, പൂർണ്ണമായി നശിച്ച ഒരു അവസ്ഥ സംജാതമായി തീരും. ഇത്തന്മയുള്ള, ഈ സ്വഭാവ ഗുണമുള്ള ഒരു ദൈവതം എന്നും നമുക്കുള്ളതേ. ഒരു ദൈവതമാകുന്നു എന്നും നമുക്കുള്ള ദൈവതം. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. ദൈവം ചിത് സ്വരൂപനാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജഡബാധാദോഷം വന്നു ഭവിക്കുന്നു. ദൈവം സത്താകുന്നു എന്ന് പറഞ്ഞാൽ അസദ്ബോധം നിലനിർത്തിക്കൊണ്ട് മാത്രമേ അതിനെ അനുഭവിക്കാൻ സാധിക്കൂ. ചിദാനന്ദ സ്വരൂപമാണ് ദൈവത്തിനുള്ളതെന്ന് പറഞ്ഞാൽ ചിത് സുഖത്തെ നശിപ്പിക്കുന്ന ദുഃഖം അതിൻ്റെ ദ്വൈതമായി ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ചിത്ത് ജഡം, സത്ത് അസത്ത്, സുഖം ദുഃഖം എന്നീ ദ്വൈതങ്ങൾക്കെല്ലാം അതീതമായതും ഏകവും അദ്വയവുമായ അഖണ്ഡാനുഭൂതി ജനിപ്പിക്കുന്ന ജ്ഞാനപ്രഭാവമാകുന്നു എന്നും നമുക്കുള്ള ദൈവതം. ദൈവം സച്ചിദാനന്ദ സ്വരൂപനാകുന്നു എന്ന അദ്വൈത ബോധത്തെ എങ്ങനെയാണ് സാക്ഷാത്കരിക്കേണ്ടത് എന്നുള്ള കാര്യമാണിവിടെ ഗുരുദേവൻ പറഞ്ഞു തരുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം എന്നിവയുടെ യോഗമാണ് സച്ചിദാനന്ദം. വാസ്തവത്തിൽ ഉള്ളത് അഥവാ സ്വന്തമായ ഉണ്മയോട് കൂടിയത് എന്നാകുന്നു സത്ത് എന്ന പദത്തിൻ്റെ വാഗർത്ഥം. വസ്തുബോധമായും വസ്തുതാബോധമായും സ്വയം പ്രകാശിക്കുന്ന പൊരുളാകുന്നു സത്ത്. ഏതൊന്നിനെയും അതാക്കി മാറ്റുന്ന മൂല്യവിശേഷമാകുന്നു സത്ത് എന്നു സാരം. അന്ധക്കരണ ചതുഷ്ടയത്തിലെ ഒരു ചതുഷ്ടാംശമാണ് ചിത്തം. മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണ് ശേഷിക്കുന്ന ചതുഷ്ടാംശങ്ങൾ. ഏതെങ്കിലും ഒരു വസ്തുവിനെയോ വസ്തുതയെയോ ഇന്നത് എന്ന തരത്തിൽ അറിയാൻ സഹായിക്കുന്ന മനനോപകരണമാണ് മനസ്സ്. ജ്ഞാനപഥത്തിലൂടെ സഞ്ചരിക്കുന്ന മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ധനോർജമാണ് ബുദ്ധി. മനസ്സും ബുദ്ധിയും ചേർന്ന് വിചാരം ചെയ്തറിയുന്ന ജ്ഞാനം പ്രതിഷ്ഠിതമായി തീരുന്ന ഇടമാണ് ചിത്തം. ചിത്തത്തിൽ പ്രതിഷ്ഠിതമാകുന്ന അറിവിനെ അനുഭവിക്കുന്ന അന്ധക്കരണ ചതുഷ്ടാംശമാണ് അഹങ്കാരം.
ബോധമണ്ഡലത്തിൽ അനുഭവവേദ്യമായിത്തീരുന്ന ആനുഭൂതിക വികാരമാണ് അഹങ്കാരം. സച്ചിദാനന്ദ സ്വരൂപതയോടുകൂടിയ ദൈവം ആനുഭൂതിക ജ്ഞാനമാകുന്നു എന്ന് സാരം. സദ്ബോധം ചിത്തത്തിൽ പ്രതിഷ്ഠിതമായി തീരുമ്പോഴുണ്ടാകുന്ന ആനന്ദമാണ് ദൈവം എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. നീ സത്യം ജ്ഞാനമാനന്ദം എന്ന് ദൈവദശകത്തിലും ഗുരുദേവൻ ദൈവത്തെ വാഴ്ത്തിയിട്ടുണ്ട്. സച്ചിദാനന്ദ സ്വരൂപനായ ദൈവത്തെ അതേ രൂപത്തിലല്ലാതെ ഇഴപിരിക്ക് സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല എന്നാണ് ഈ പാടലിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സത്സ്വരൂപതയോടുകൂടി മാത്രം വിരാജിക്കുന്നവനായി ദർശിച്ചാൽ അവിടെ സത്തിൻ്റെ ദ്വന്ദ്വമായ അസത്തിന് ഉണ്മയുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. അത് അദ്വൈത വീക്ഷണത്തിനെതിരാണ്. അതുമിതുമല്ല സദർത്ഥമല്ല അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം എന്നാണ് സത്യദർശിയായ ശ്രീനാരായണ ഗുരുദേവൻ ദൈവത്തെ ദർശിച്ച് അരുളി ചെയ്തത്. ഉണ്മയും ഇന്മയും യഥാക്രമം ഭാവസ്വരൂപതയെയും അഭാവസ്വരൂപതയെയുമാണ് ദ്യോതിപ്പിക്കുന്നത്. ഭാവസ്വരൂപാദികൾ പ്രകടമായ നിലയെ ഉണ്മ എന്നും അതിന് വിപരീതമായ നിലയെ ഇന്മ അഥവാ ഇല്ലായ്മ എന്നും മനസ്സിലാക്കേണ്ടതാണ്. ദൈവിക പ്രഭാവം സാധക മനസ്സിൽ പ്രകടമായാലും ഇല്ലെങ്കിലും ആ ദിവ്യപ്രഭാവം എല്ലായിടത്തും എപ്പോഴും ഉണ്ടായിരിക്കും. സത്തിനും അസത്തിനും അതീതമായി സർവത്തെയും പ്രഭാസിപ്പിക്കുന്ന സ്വയം ജ്യോതിസായി ചിത്ത്, ജഡം, സത്ത്, അസത്ത്, സുഖം, ദുഃഖം ഇത്യാദി ദ്വൈതബോധങ്ങൾക്കെല്ലാം അതീതമായി ഏകവും അഖണ്ഡവുമായി അദ്വൈതാനുഭൂതി ജനിപ്പിക്കുന്ന ബോധസ്വരൂപമാണ് അഥവാ ജ്ഞാനപ്രഭാവമാണ് നമുക്കുള്ള ദൈവം എന്ന് ഗുരുദേവൻ ഇവിടെ അടിവരയിട്ട് സമർത്ഥിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ 5ാമത് പതികത്തിലെ 2ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചിർച്ചടമറ്റു ചെറിന്തിലങ്കി ചതചത്തുമറ്റു പർപ്പല കാഴ്ചിത്തുകളറ്റു പന്ത നിർമോക്ഷമറ്റു ശർക്കരയിൻ ചുവൈ പോൽ അൻപരുള്ളം കവർന്നു നിൽക്കും ഇത്തന്മയുള്ളൊരു ദൈവതമെன்றுം നമുക്കുള്ളതേ. ചിർച്ചടമറ്റു ചെറിന്തിലങ്കി ചതചത്തുമറ്റു പർപ്പല കാഴ്ചിത്തുകളറ്റു പന്ത നിർമോക്ഷമറ്റു ശർക്കരയിൻ ചുവൈ പോൽ അൻപരുള്ളം കവർന്നു നിൽക്കും ഇത്തന്മയുള്ളൊരു ദൈവതമെன்றுം നമുക്കുള്ളതേ. ചിർച്ചടമറ്റ് ചിത്തും ജഡവും എന്ന ഭേദമറ്റ്, ചതചത്തുമറ്റ് ചത് അചത്തുമറ്റ് സത്തും അസത്തും എന്ന ഭ്രമവുമില്ലാതെയായി, അല്ലെ ആ ഭേദവും നശിച്ച്, പന്ത നിർമോക്ഷമറ്റ് ബന്ധമോക്ഷ സങ്കല്പങ്ങൾ നശിച്ച്, പർപ്പല പല പല കാഴ്ചിർത്തുകളറ്റ് ദൃശ്യസത്യങ്ങൾ ഉണ്ട് എന്ന തോന്നലും നശിച്ച്, ചിറിന്ത് ഇലങ്കി തിങ്ങി വിങ്ങി തെളിമയാർന്ന്, ശർക്കരയിൻ ചുവൈ പോൽ കൽക്കണ്ട മാധുര്യം പോലെ
അൻപരുള്ളം കവർന്ന്, ഇഷ്ടപ്പെട്ടവരുടെ മനസ്സിനെ കവർന്ന് നിൽക്കുന്ന ഈ തന്മയുള്ള ഒരു ദൈവതം, ഒരേ ഒരു ദൈവതമാണ് എന്നും നമുക്കുള്ളത്, എന്നും നമുക്കുള്ള ദൈവതം. ഈ പാടലിന്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: ചിജ്ജഡബന്ധമറ്റ് സത്തെന്നും അസത്തെന്നുമുള്ള ഭേദചിന്തയെ അകന്ന് ബന്ധമോക്ഷങ്ങൾക്ക് അതീതമായി എല്ലായിടത്തും തിങ്ങി വിങ്ങി നിറഞ്ഞു വിളങ്ങുന്ന കേവല പ്രകാശമായി യാതൊന്നാണോ ഉള്ളത്, അതിൽ നാനാവിധ ദൃശ്യപ്രതീതികളും വിലയിച്ച് അൻപുള്ളവരുടെ ഉള്ളം കവർന്നുകൊണ്ട് കൽക്കണ്ടം പോലെ മധുരമുള്ളതായി വർത്തിക്കുന്ന തന്മയമായ യാതൊന്നുണ്ടോ, അതൊന്നു മാത്രമാണ് എക്കാലത്തും നമുക്കുള്ള ദൈവതം. നിത്യാനന്ദം പ്രദാനം ചെയ്യുന്ന പരംപൊരുളിനെയാണ് ഗുരുദേവൻ കൽക്കണ്ടമാധുര്യമുള്ളതും തന്മയുള്ളതുമായ ദൈവമായി ദർശിച്ചത്. നുണഞ്ഞ് അനുഭവിക്കാവുന്ന മാധുര്യമാണ് കൽക്കണ്ടമാധുര്യം. എന്ന് പറഞ്ഞാൽ അതിനെ ചലിച്ച് സാവധാനം ആസ്വദിക്കാവുന്ന ആ മാധുര്യം, അതാണ് കൽക്കണ്ടം. കൽക്കണ്ടം എന്ന മധുരക്കട്ടിയെ എപ്രകാരമാണോ നാവിലലിയിച്ച് അതിൻ്റെ മാധുര്യം നാം നുണയുന്നത്, അപ്രകാരം ദൈവസങ്കല്പത്തെ ആനുഭൂതികമായ ജ്ഞാനതലത്തിലേക്ക് പതുക്കെ വിലയിപ്പിച്ച് സാക്ഷാത്കരിക്കുന്ന ബോധവൃത്തിയിൽ തെളിയുന്ന ദൈവസ്വരൂപത്തെയാണ് തന്മയുള്ള ദൈവതമായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. തത്മയം, അത് എന്ന് വിവക്ഷിക്കപ്പെടുന്ന തത്വജ്ഞാന സ്വരൂപം, അതാണ് തന്മയുള്ള ദൈവതം. തത് എന്ന പദം കൊണ്ട് ബ്രഹ്മത്തെയാണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കറിയാം. ബ്രഹ്മം എന്ന് പറയുന്നത് സമസ്ത സ്വരൂപമായ ആർന്ന അറിവാണ്. അതുതന്നെയാണ് പരബ്രഹ്മം. അജ്ഞാനത്തിൻ്റെ കലർപ്പില്ലാത്ത ശുദ്ധജ്ഞാന സ്വരൂപനാകുന്നു ദൈവം എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ 5ാമത് പതികത്തിലെ 3ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഒன்றെൻറി രണ്ടെന്നും കുറ്റം പവിക്കുമതെൻറി വെറും കുன்றനിർ പള്ളമും നേരെ വിരുദ്ധം കുറിത്തിടിലോ കുன்றிடும் കുറ്റം കുടിந்த അൻപരുള്ളം കവർந்த പിഞ്ഞ കன்றൻ തിരുവിളയാടലി കണ്ടതുലകമെല്ലാം. ഒன்றെൻറി രണ്ടിനും കുറ്റം പവിക്കുമതെൻറി വെറും കുன்றനിർ പള്ളമും നേരെ വിരുദ്ധം കുറിത്തിടിലോ കുன்றிடும் കുറ്റം കുടിந்த അൻപരുള്ളം കവർந்த പിഞ്ഞ കன்றൻ തിരുവിളയാടലി കണ്ടതുലകമെല്ലാം. ഒന്ന് എന്ന് പറഞ്ഞാൽ ഇരണ്ട് എന്നും രണ്ട് എന്ന കുറ്റം ഭവിക്കും, കുറ്റം അഥവാ ദോഷം ഉണ്ടാകും. അത് എൻറി, അതുപോലെ വെറും കുன்று എനിർ, വെറും കുന്ന് എന്ന് പറഞ്ഞാൽ നേരെ വിരുദ്ധം
നേരെ വിരുദ്ധമായ പള്ളമും കുറിത്തിടിലോ കുഴിയും ഉണ്ടെന്ന് വരികയില്ലേ? അല്ലെ, വരും. കുன்றிடும் കുറ്റം, കുന്നുകൂടുന്ന ദോഷങ്ങളെയെല്ലാം കുടിന്ത് തന്നിലേക്ക് വലിച്ചെടുത്തല്ലെ കുടിച്ച് അൻപരുള്ളം കവർന്ന, അൻപുള്ളവരുടെ ഉള്ളു കവർന്ന പിഞ്ഞകണ്ഠൻ, കണ്ഠം നുള്ളിയെടുത്തവൻ്റെ തിരുവിളയാടൽ, തിരുവിളയാട്ടമാണ് ഇക്കണ്ടത് ഉലകമെല്ലാം, ഇക്കാണുന്ന ഉലകമെല്ലാം. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: സത്യം ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിദ്വന്ദ്വമായ രണ്ട് എന്ന ബോധം ഉണരും. അതുപോലെ കുന്ന് എന്ന് പറഞ്ഞാൽ നേർവിപരീത സ്വഭാവമുള്ള കുഴി എന്ന ബോധവും ഉണരും. ഇത്തരത്തിലുള്ള ദ്വൈതങ്ങൾക്ക് അവസാനമില്ല. കുന്നുകൂടി കിടക്കുന്ന അത്തരം ദോഷങ്ങളെയെല്ലാം വിഴുങ്ങിക്കളയുന്നവനാണ് പിഞ്ഞകണ്ഠനായ ശിവൻ. അങ്ങനെയുള്ള ശിവന്റെ തിരുവിളയാടലാണ് ഇക്കണായ ഉലകമെല്ലാം. അദ്വൈതബോധവും ദ്വൈതബോധവും പ്രതിദ്വന്ദ്വങ്ങളാണ്. ദ്വൈതബോധത്തെ അപ്പാടെ വിഴുങ്ങിക്കളയുന്ന ജ്ഞാനമൂർത്തിയാണ് ശിവൻ. ഈ പാടലിൽ ശിവനെ പിഞ്ഞകണ്ഠൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കപാലിയായി ഭിക്ഷാടനം നടത്തുന്ന ശിവഭാവത്തെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. പിഞ്ഞകണ്ഠൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം കണ്ഠം നുള്ളിയെടുത്തവൻ എന്നാണ്. ശിവപുരാണത്തിലെ ഒരു കഥയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ആ കഥ ഇവിടെ ഉദ്ധരിക്കുന്നു. ഒരിക്കൽ വിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ തങ്ങളുടെ മഹത്വത്തെ ചൊല്ലിയൊരു തർക്കമുണ്ടായി. ആ സമയത്ത് ശിവനൊരു ജ്യോതിർസ്തംഭമായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സ്തംഭം അനുനിമിഷം മേലോട്ടും കീഴോട്ടും ഒരുപോലെ വളർന്നുകൊണ്ടിരുന്നു. തർക്കം നിർത്തുവിൻ, ഈ സ്തംഭത്തിൻ്റെ അടിയോ മുടിയോ നിങ്ങളിൽ ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്, അവനാണ് നിങ്ങളിൽ ശ്രേഷ്ഠൻ. ഇങ്ങനെ ഒരു അശരീരിയും അപ്പോൾ അവിടെ മുഴങ്ങിക്കേട്ടു. അടുത്ത നിമിഷം തന്നെ തർക്കം നിർത്തി ബ്രഹ്മാവ് ഹംസരൂപം ധരിച്ച് മുകളിലേക്കും വിഷ്ണു വരാഹരൂപം ധരിച്ച് ഭൂമി തുരന്ന് കീഴ്പോട്ടും പുറപ്പെട്ടുപോയി. ആ യാത്ര ദീർഘകാലം നീണ്ടുനിന്നു. സ്തംഭത്തിൻ്റെ അടി കണ്ടെത്താൻ സാധിക്കാതെ നിരാശനായ വിഷ്ണു പുറപ്പെട്ടിടത്ത് തിരിച്ചെത്തി. ഹംസരൂപിയായി മുകളിലേക്ക് പറന്നുയർന്ന ബ്രഹ്മാവ് ഉയരങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചൊരു കൈതപ്പൂവ് താഴേക്ക് വരുന്നത് കണ്ട് അത്ഭുതം കൂറിക്കൊണ്ട് ചോദിച്ചു, ഹേ കേതകി പുഷ്പമേ, നീ എവിടെ നിന്ന് വരുന്നു? ബ്രഹ്മാവിൻ്റെ ചോദ്യത്തിനുത്തരമായി ആ കൈതപ്പൂവ് പറഞ്ഞു, പ്രഭു, ശിവഭഗവാന്റെ ശിരസിൽ അലങ്കരിച്ചിരുന്ന പൂക്കളിലൊന്നാണ് ഞാൻ. അബദ്ധവശാൽ അവിടെ നിന്നും ഇളകിപ്പോയ എൻ്റെ ഈ പതനം തുടങ്ങിയിട്ട് യുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ മുന്നിൽ ജ്യോതിർസ്തംഭമായി ആവിർഭവിച്ചത് സാക്ഷാൽ ശിവൻ തന്നെയാണെന്നും ആ സ്തംഭത്തിൻ്റെ മുടി കണ്ടെത്തുക അസാധ്യമാണെന്നും മനസ്സിലാക്കിയ ബ്രഹ്മാവ് ഒരു സൂത്രം പ്രയോഗിച്ചു. കൈതപ്പൂവിനെ അനുനയത്തിൽ വശത്താക്കിയ ആ ദേവൻ പറഞ്ഞു, ഞാൻ ഈ ജ്യോതിർസ്തംഭത്തിൻ്റെ മുടി കണ്ടെത്താനായി പുറപ്പെട്ടിറങ്ങിയതാണ്. ഈ ദൗത്യത്തിൽ വിജയിക്കാൻ എനിക്ക് സാധ്യമല്ലെന്നിപ്പോൾ ബോധ്യമായി. വിഷ്ണു ഇതേ സ്തംഭത്തിൻ്റെ അടി കണ്ടെത്താനായി പുറപ്പെട്ടിരിക്കുകയാണ്. അതിന് വിഷ്ണുവിന് സാധിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. നീ എനിക്കൊരു സഹായം ചെയ്യണം. ഞാൻ നിന്നെ ഈ സ്തംഭത്തിൻ്റെ മുടിയിൽ നിന്നും എടുത്തതാണെന്ന് ഞാൻ വിഷ്ണുവിനോട് പറയും. നീ അപ്പോൾ എതിർത്തൊന്നും പറയരുത്. അങ്ങനെ ചെയ്താൽ നിനക്കെന്നും എൻ്റെ പ്രീതി ഉണ്ടായിരിക്കുന്നതാണ്. കൈതപ്പൂവ് സമ്മതമറിയിച്ചു. അങ്ങനെ ആ കൈതപ്പൂവും വഹിച്ചുകൊണ്ട് ബ്രഹ്മാവ് പുറപ്പെട്ടിടത്തേക്ക് തിരിച്ചു. സ്തംഭത്തിൻ്റെ അടി കണ്ടെത്താൻ സാധിക്കാത്തതിൽ നിരാശനായി കാണപ്പെട്ട വിഷ്ണുവിനോട് വിജയശ്രീ ലളിതനെ പോലെ ബ്രഹ്മാവ് പറഞ്ഞു, വിഷ്ണു,
ഞാൻ ഈ സ്തംഭത്തിൻ്റെ മുടി കണ്ടെത്തി. തെളിവിനായി ഇതാ അവിടെ ചൂടിയിരുന്ന ഈ കേതകിപ്പൂവും കൊണ്ടുവന്നിരിക്കുന്നു. വിഷ്ണുവിന് ബ്രഹ്മാവിൻ്റെ വാക്കുകളിൽ സംശയം തോന്നി. താൻ ഈ കേൾക്കുന്നത് ശരി തന്നെയല്ലേ, ശരി തന്നെയാണോ എന്ന് വിഷ്ണു കേതകിപ്പൂവിനോട് ആരാഞ്ഞു. അതേ എന്ന് കൈതപ്പൂവ് മറുപടി പറഞ്ഞു. ആ നിമിഷം തന്നെ ഉഗ്രമൂർത്തിയായ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും പഞ്ചമുഖനായിരുന്ന ബ്രഹ്മാവിൻ്റെ ഊർധ്വമുഖം നുള്ളിക്കളയുകയും ചെയ്തു. അന്നു മുതലാണ് പഞ്ചമുഖനായിരുന്ന ബ്രഹ്മാവ് ചതുർമുഖനായി ഭവിച്ചതെന്ന് പുരാണം ഉദ്ഘോഷിക്കുന്നു. കള്ളസാക്ഷി പറഞ്ഞ കൈതപ്പൂവിനു നേരെയും ശിവകോപം ആളിക്കത്തി. ഹേ കേതകി പുഷ്പമേ, കള്ളസാക്ഷി പറയുക എന്ന മഹാപാപം ചെയ്ത നിന്നെ ഇന്നു മുതൽ ലോകർ പൂജാപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താതെ പോകട്ടെ. ശിവകോപം ശാപമായി പരിണാമപ്പെട്ടു. അന്നു മുതൽ മനുഷ്യരാരും കൈതപ്പൂവ് പൂജാകാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താതെയായി എന്നും പുരാണം പറയുന്നു. ഈ സംഭവത്തിൽ കുപിതനായി തീർന്ന ബ്രഹ്മാവും ശിവനൊരു പ്രതിശാപം കൊടുത്തു. തലയോട്ടിയുമായി നീ തെണ്ടി നടക്കാൻ ഇടയായി തീരട്ടെ എന്നതായിരുന്നു ആ ശാപം. ശിവൻ കപാലിയായി തീർന്നത് അങ്ങനെയാണെന്നാണ് ഭവിഷ്യൽ പുരാണം ഉദ്ഘോഷിക്കുന്നത്. ഈ ദൃഷ്ടാന്തകഥയിലെ ശിവനാണ് പിഞ്ഞകണ്ഠനായ ശിവൻ. ഈ കഥയിൽ കള്ളം പറയുകയും കള്ളസാക്ഷ്യം പറയാൻ കേതകിപ്പൂവിനെ പ്രേരിപ്പിക്കുകയും ചെയ്ത ബ്രഹ്മാവിൻ്റെ ഊർധ്വമുഖം ശിവനാൽ നുള്ളിക്കളയപ്പെടുന്ന രംഗം പ്രതീകമറ നീക്കി വ്യാഖ്യാനിച്ചറിയേണ്ടതാണ്. സൃഷ്ടിന്മുഖ സംഹാര ശക്തിപ്പൊരുളായ ശിവതത്വം ആദിമധ്യാന്തവിഹീനമാകുന്നു എന്ന പരോക്ഷമായ ഉദ്ഘോഷണമാണ് അവിടെ പ്രതീകവൽക്കരിച്ചിരിക്കുന്നത്. കള്ളം പറയുകയോ കള്ളസാക്ഷ്യം ചെയ്യുകയോ അരുത് എന്ന താക്കീതിൻ്റെ പ്രതീകമാണ് ശിവന്റെ കയ്യിലെ കപാലം അഥവാ തലയോട്ടി. സത്യാചരണത്തിനു വേണ്ടി ത്യാഗത്തിൻ്റെ ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിലകൊള്ളുന്ന ത്യാഗമൂർത്തിയെയാണ് കപാലിയായ ശിവൻ പ്രതീകവൽക്കരിക്കുന്നത്. ഇനി ഈ പാടലിലെ ദ്വന്ദ്വ സൂചകങ്ങൾ പരിശോധിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് ഏകവും അഖണ്ഡവുമായ നിത്യസത്യമാണ്. അങ്ങനെയുള്ള ഒന്നിനെ സാക്ഷാത്കരിച്ച വ്യക്തി പ്രഭാവത്തെ ആ വ്യക്തി പ്രഭാവനെ എന്ന് പറയാം. ശിവയോഗിയെ രണ്ട് എന്ന് ഭാവന ചെയ്തിരിക്കുന്നു. അറിവും അറിഞ്ഞവനും എന്ന ദ്വന്ദ്വമായി ഒന്നിനെയും രണ്ടിനെയും വ്യാഖ്യാനിക്കാവുന്നതാണ്. കുന്ന് ജ്ഞാനത്തിൻ്റെ സഞ്ചിത സാക്ഷാത്കാര മൂല്യത്തെയും കുഴി അപൂർണതകളുടെ മേളിത ഗർത്തത്തെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത്. വെളിപ്പെടാതെ കിടക്കുന്ന ജ്ഞാനഗരിമ കണ്ടെത്തുന്നവരുടെ മനസ്സിനെ കവരുന്ന ജ്ഞാനപ്രഭാവമാണ് ലോകദൃശ്യങ്ങളുടെ എല്ലാം ഉണ്മയ്ക്കു നിദാനമായി വർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 5-ാമത് പതികത്തിലെ 4-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈലും കണ്ണത്തിലിരുക്കുകൈ കുറ്റമെതിർക്കണത്തിൽ മൂലപ്പൊരുളല്ലൈ മൂன்றாவதில் பின்முடிவுமெங்கே காலத்திலொன்றி விரிப்புள்ளதொன்றிற்கடும் பகையாம் മാലുമയനുമതിർപ്പട്ട് രുത്തിരനും മായ്ന്തിടുമേ. ഈലും കണ്ണത്തിലിരുക്കുകൈ കുറ്റമെതിർകണ്ണത്തിൽ മൂലപ്പൊരുളല്ലൈ മൂன்றாவதில் പിൻമുടിവുമെങ്കേ കാലത്തിലൊன்றി വിരിപ്പുള്ളതൊன்றிற்கடும் പകയാം
മാലുമയനുമതിർപ്പട്ട് രുത്തിരനും മായ്തിടുമേ. ഈലും കണത്തിൽ, ഈ ക്ഷണത്തിൽ ഇരിക്കുകൈ കുറ്റം. ഇരിക്കുന്നു എന്നത് ഒരു ദോഷമാണ്. എതിർഗണത്തിൽ മറ്റൊരു നിമിഷത്തിൽ കാണുന്നത് മൂലപ്പൊരുളല്ലേ, മൂലപ്പൊരുളിനെ അല്ല. മൂന്നാമതിൽ മൂന്നാമത് നിമിഷത്തിൽ പിൻമുടിവും എങ്കേ. അതിന് നാശമുണ്ടാകുന്നത് എങ്ങനെയാണ്? കാലത്തിലൊன்றി, കാലത്തിലൊരിക്കൽ, ഒരു കാലത്ത് വിരുപ്പുള്ളത്, ഇഷ്ടമായി തോന്നുന്നത്. ഒന്ന്, മറ്റൊരു കാലത്ത് കടും പകയ്യാം, കടുത്ത പക, വെറുപ്പ് ഉണ്ടാക്കുന്നതായി ഭവിച്ചേക്കാം. അതിർപ്പട്ട്, അതിൽപ്പെട്ട് മാലും അയനും രുത്തിരനും മായ്തിടുമേ. വിഷ്ണുവും ബ്രഹ്മാവും രുദ്രനും മാഞ്ഞു പോകും. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. ഈ നിമിഷത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ക്ഷണം അഥവാ നിമിഷം ഭൂതഭാവികളുടെ ഇടയിലുള്ള ഒരു ബിന്ദു മാത്രമാണ്. അടുത്ത നിമിഷത്തിൽ ഒന്നുണ്ടായിരിക്കുമെന്ന് പറഞ്ഞാലും ശരിയാവില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ക്ഷണത്തിലില്ലാത്തതിന് നിത്യതയില്ലാത്തതിനാൽ അടുത്ത നിമിഷത്തിൽ അതിന് ഉണ്ടായി വരുവാൻ സാധ്യമല്ല. നിത്യതയില്ലാത്തതിന് എക്കാലത്തും സ്ഥിതി ഉണ്ടായിരിക്കുകയില്ല എന്ന് സാരം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇനി ഒരു കാലത്ത് എന്തെങ്കിലും ഒന്നിന് നാശമുണ്ടാകുമെന്ന് പറയുന്നതും ശരിയാകാതെ പോകും. അതുപോലെ ഒരു കാലത്ത് പ്രിയമായിട്ടുള്ളവ മറ്റൊരു കാലത്ത് അപ്രിയമായി ഭവിക്കും. സൃഷ്ടിസ്ഥിതിലയ ധർമ്മങ്ങളുടെയും അവയുടെ അടിസ്ഥാന ദേവന്മാരുടെയും അഥവാ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയും സ്ഥിതി ഇപ്രകാരം തന്നെയാണ്. ബ്രഹ്മത്തിൻ്റെ കേവലത്വം പ്രകാശിതമായി കിട്ടുമ്പോൾ ത്രിമൂർത്തികൾ ഉൾപ്പെടെ അതിൽ വിലയിച്ചു പോകും. മായാദർശനത്തെ യുക്തിയുടെ തലത്തിൽ അപഗ്രഥിച്ചറിയുന്ന ജ്ഞാനസാധനയുടെ പാരമ്യത്തിലേക്കാണ് ഈ പാടലിലൂടെ ഗുരു നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാലം സത്യമോ അതോ മിഥ്യയോ? ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ കാലത്തെ മൂന്നായി തിരിച്ചാണ് നാം കാലഗണന നടത്തുന്നത്. ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അഥവാ അനുഭവ നിമിഷത്തിൽ സത്യമായിട്ടുള്ളത് എന്നാണ് വർത്തമാനകാലത്തിൻ്റെ വാച്യാർത്ഥം. അനുഭവ നിമിഷത്തെ ഗുരു ഈലും കണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ക്ഷണം എന്ന്. അനാദി മധ്യാന്തവിഹീനമായ കാലത്തിലെ ഒരു ബിന്ദു മാത്രമാണ് ഗുരു പറഞ്ഞിരിക്കുന്ന ഈലും കണം. ഞൊടിയിടയിൽ അത് ഭൂതകാല രേഖയായി പരിണാമപ്പെടും. സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ വർത്തമാനകാലം അതിഹ്രസ്വമാണ്. വർത്തമാനം അതിഹ്രസ്വമായതുകൊണ്ട് ഭൂതകാലത്തെയും അനുഭവസത്യമായി ഗണിക്കുമ്പോൾ അതിസൂക്ഷ്മാനുഭവങ്ങളുടെ ഒരു നീണ്ട നിര എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഭാവിയുടെ കാര്യവും വ്യത്യസ്തമല്ല. അതിസൂക്ഷ്മതകളുടെ നൈരന്തര്യമാകുന്നു അനാദിമധ്യാന്തമായ കാലം എന്ന് സാരം. താത്വികന്മാരുടെ ദൃഷ്ടിയിൽ കാലവും കൽപ്പിതമാണ്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഇക്കാര്യം ദർശനമാലയിലെ ജ്ഞാനദർശനത്തിന് യുക്തിയുക്തം സമർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടിന്മുഖ സംഹാരമൂർത്തിയായ ശിവൻ ത്രിമൂർത്തികളിലെ വിലയധർമ്മ നിർവഹണ ചുമതല ഏറ്റെടുത്തു നടത്തുന്ന അധിഷ്ഠാനദേവനായി പുരാണേതിഹാസങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കും. അങ്ങനെയുള്ള ശിവനെ പരബ്രഹ്മസ്വരൂപത്തിൽ എങ്ങനെ ദർശിക്കാം എന്നാണ് മറ്റ് ശിവസ്തോത്രകൃതികളിൽ എന്നപോലെ തന്നെ ഈ കൃതിയിലും ഗുരു സമർത്ഥിച്ചിരിക്കുന്നത്.
സൃഷ്ടി നടക്കുന്ന നിമിഷം കൃത്യമായി പറയുവാൻ ആരാലും സാധ്യമല്ല. ജീവാങ്കുരണ സമയം കൃത്യമായി രേഖപ്പെടുത്താൻ ശാസ്ത്രങ്ങൾ ഇന്നോളം വിജയിച്ചിട്ടില്ല. നാം നമ്മുടെ ജനനസമയവും മരണസമയവും ഒക്കെ രേഖപ്പെടുത്തുകയും ആയുർരേഖ ചമയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും അതിലൊന്നും കൃത്യത പുലർത്താൻ ആരാലും സാധ്യമല്ല. കാലത്തിലെ സൂക്ഷ്മവേഗത്തിൽ എപ്പോഴോ നടക്കുന്ന അക്കാര്യങ്ങൾ ഓരോന്നും നാം അറിയുന്നത് തന്നെ സംഭവം നടന്നു കഴിഞ്ഞ് ഏറെ സമയങ്ങൾ പിന്നിട്ടതിനു ശേഷമായിരിക്കും. ഇത്തരത്തിൽ കാലത്തിലെ അതിസൂക്ഷ്മതകളെപ്പറ്റി വിചാരം ചെയ്തു നോക്കിയാൽ കാലവും സ്വയം വിലയിച്ച് ഇല്ലാതായിത്തീരുന്നതാണ്. മാലുമയനും അതിർപ്പട്ട് രുത്തിരനും മായ്തിടുമേ എന്ന പ്രയോഗത്തിലൂടെ കാലകൽപ്പനയിലെ പിടികിട്ടാരഹസ്യമാണ് ഗുരു പറഞ്ഞു തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 5-ാമത് പതികത്തിലെ 5-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മാലുമയനും മകേചൂരൻ രുത്തിരൻ ചതാജീവനും കാലചക്കിരപ്പിരമത്തൈ കണ്ട് കൈകുവിത്തുലകും ലീലയിൽ വൈത്തുലയിപ്പിത്തു ലിംഗപ്പിരതിട്ടൈ ചെയ്ത് മേലിളകാതെ മെഴുകിട്ടുറപ്പിത്തതൻ ദൈവമേ. മാലുമയനും മകേചുരൻ രുത്തിരൻ ചതാജീവനും കാലചക്കിരപ്പിരമത്തൈ കണ്ട് കൈകുവിത്തുലകും ലീലയിൽ വൈത്തുലയിപ്പിത്തു ലിംഗപ്പിരതിട്ടൈ ചെയ്ത് മേലിളകാതെ മെഴുകിട്ടുറപ്പിത്തതൻ ദൈവമേ. മാലും വിഷ്ണുവും മകേചുരൻ രുത്തിരൻ സദാശിവനും മഹേശ്വരനും രുദ്രനും സദാശിവനും കാലചക്കിരപ്പിരമത്തൈ കണ്ട്, കാലചക്രഭ്രമത്തെ കണ്ട് കൈകുവിത്ത്, കൈകൂപ്പി നിൽക്കാൻ ഇടവരുത്തും വിധം യൗവുലകും, എല്ലാ തരത്തിലുള്ള ലോകങ്ങളെയും ലീലയിൽ വൈത്ത്, ലീലയിൽ എന്ന് പറയാൻ സ്വന്തം ലീലയുടെ ഭാഗമാക്കി ലയിപ്പിച്ച് ലിംഗപ്പിരതിട്ടൈ ചെയ്ത് ലിംഗപ്രതിഷ്ഠ നടത്തി മേൽ ഇളകാതെ, മേലിൽ ഇളകാതിരിക്കത്തക്ക വിധം മെഴുകിട്ടുറപ്പിച്ചത് എൻ ദൈവമേ, എൻ ദൈവമേ, എൻ്റെ ദൈവമാകുന്നു. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: വിഷ്ണു, ബ്രഹ്മാവ്, മഹേശ്വരൻ, രുദ്രൻ, സദാശിവൻ എന്നീ ഭാവരൂപങ്ങളിൽ പകർന്നാട്ടം നടത്തി കാലചക്രം തിരിയുന്നതിലെ വിസ്മയം കണ്ട് കൈകൂപ്പി നിന്നു പോകത്തക്ക വിധം എല്ലാത്തരം പ്രാപഞ്ചിക പ്രതീതികൾക്കും സ്വന്തം ലീലയിൽ സ്ഥാനം നൽകിക്കൊണ്ടും സമസ്ത പ്രപഞ്ചത്തെയും തന്നിൽ തന്നെ വിലയിപ്പിച്ചുകൊണ്ടും ലിംഗരൂപത്തിൽ അഥവാ വിഗ്രഹരൂപത്തിൽ സ്വയം പ്രതിഷ്ഠിതനായിട്ടുള്ളവനും ഒരിക്കലും ഇളക്കം തട്ടാത്ത വിധം സ്വയം അരക്കിട്ടുറപ്പിക്കപ്പെട്ടവനുമായി വിരാജിക്കുന്ന ശൈവതത്വ പൊരുളാകുന്നു എൻ്റെ ദൈവം. ശൈവ സിദ്ധാന്തപ്രകാരം ശിവൻ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണ്. സൃഷ്ടി, സ്ഥിതി,
സംഹാരം, അനുഗ്രഹം, തിരോഭാവം എന്നീ 5 ധർമ്മങ്ങൾ ശിവനിൽ നിക്ഷിപ്തമാണെന്നും ശൈവസിദ്ധാന്തം ഉദ്ഘോഷിക്കുന്നു. ആത്മതത്വത്തിൽ ബ്രഹ്മഭാവവും വിദ്യാതത്വത്തിൽ വിഷ്ണുഭാവവും ശുദ്ധവിദ്യാതത്വത്തിൽ രുദ്രഭാവവും ഈശ്വരതത്വത്തിൽ മഹേശ്വരഭാവവും നിത്യസ്വത്വസത്യത്തിൽ സദാശിവഭാവവും ശിവനിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ശിവൻ ബ്രഹ്മത്തിൻ്റെ 5 ഭാവങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് സൃഷ്ടിന്മുഖ സംഹാരമൂർത്തിയായി വിരാജിക്കുന്നു. ഈ ദാർശനിക തലത്തിൽ ധ്യാനയോഗം എത്തിച്ചേരുമ്പോഴാണ് യോഗിയുടെ ചിത്തത്തിൽ ശിവോഹം എന്ന ബോധം പ്രതിഷ്ഠിതമായിത്തീരുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, രുദ്രൻ, സദാശിവൻ എന്നീ നാമവിശേഷണങ്ങൾ ശിവന്റെ 5 ഭാവങ്ങളെയാണ് ദ്യോതിപ്പിക്കുന്നത് എന്ന ശൈവ സിദ്ധാന്തത്തെ അടിവരയിട്ട് സമർത്ഥിച്ചുകൊണ്ട് ഗുരുദേവൻ ഈ പാഠൽ ഉപസംഹരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 5-ാമത് പതികത്തിലെ 6-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വേറുവേറാം വിടയ്യങ്കർ വെറുഞ്ചടമേ പൊറിയിർ ചേരുമപ്പോതു ചെകമ്പരമെങ്കും ചെറിന്തിലെങ്കും ചീരരുൾ ജ്യോതി ചിവചിത് പരപാനുവെഴുന്തരുളിയ കൂരിരുൾ കോരിക്കുടിത്തു വെളിയിർക്കുലാവുമതേ. വേറുവേറാം വിടയ്യങ്ങൾ വെറുഞ്ചടമേ പൊറിയിർ ചേരുമപ്പോതു ചെകമ്പരമെങ്കും ചെറിന്തിലങ്കം ചീരരുൾ ജ്യോതി ചിവചിത് പരപാനുവെഴുന്തരുളിയ കൂരിരുൾ കോരിക്കുടിത്ത് വെളിയിർക്കുലാവുമതേ. വേറുവേറാം, പ്രത്യേകമായി പിരിഞ്ഞു നിൽക്കുന്ന, വിടയ്യങ്കർ, വിഷയങ്ങൾ, വെറും ചടമേ, വെറും ജഡമാകുന്നു, പൊറിയിർ ചേരും അപ്പോത്, അവ ഇന്ദ്രിയങ്ങളുമായി ചേരുമ്പോൾ, ചെകമ്പരം എങ്കും, ഇഹലോകത്തും പരലോകത്തും ജഗമ്പരം മുഴുവൻ, ചെറിന്ത്, തിങ്ങി വിങ്ങി, ഇലങ്കും, ശോഭിക്കുന്ന, ചീറരുൾ ജ്യോതി, ചീർത്ത അരുൾജ്യോതിയായ പരമജ്യോതിസായ, ചിവചിത്, പരഭാനു, ചിത് സ്വരൂപനും പരഭാനുവുമായ ശിവൻ എഴുന്നള്ളി വന്ന് അക്കൂരിരുൾ, ആ കൂരിരുട്ട്, പ്രാപഞ്ചികത, കോരിക്കുടിച്ച് തന്നിൽ ലയിപ്പിച്ച് വെളിയിർക്ക് ഉലാവും അതേ, വെളിയിലേക്ക് ഉലാവും അതേ, അതുതന്നെ വ്യാപിപ്പിക്കുകയും ചെയ്യും. ഈ പാഠലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: വേറെ വേറെ എന്ന് തോന്നും വിധം കാണപ്പെടുന്ന വിഷയങ്ങളെല്ലാം വെറും ജഡങ്ങളാണ്. എന്നാൽ ചിത് സ്വഭാവമുള്ള ഇന്ദ്രിയങ്ങളുമായി കൂടിച്ചേരുമ്പോൾ അവ ഇഹപര ലോകങ്ങളായി പരിണാമപ്പെടുകയും എല്ലായിടത്തും തിങ്ങി വിങ്ങി ശോഭിക്കുന്ന, പരവെളി തന്നിൽ ഉയർന്നു വിരാജിക്കുന്ന പരഭാനുവായ ശിവനായി എഴുന്നള്ളി വന്ന് അവിദ്യാജന്യമായ അജ്ഞാനത്തെ മൊത്തമായി വിഴുങ്ങി തന്നിൽ വിലയിപ്പിച്ചതിനു ശേഷം അതേപോലെ പുറത്തേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. അറിയപ്പെടേണ്ടതായി ഇവിടെ എന്തെല്ലാമുണ്ടോ
അവയെ എല്ലാം വിഷയങ്ങളായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അറിവിന് അനേക രൂപങ്ങളും ഭാവങ്ങളുമുണ്ട്. ആ ഭാവരൂപങ്ങളാണ് വെവ്വേറായ ജ്ഞാനവിഷയങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ വിവിധങ്ങളായി പിരിഞ്ഞു നിൽക്കുന്ന വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളോട് ചേരുമ്പോൾ ജഗത് വിലാസങ്ങളായി അവയ്ക്ക് ഭാവപകർച്ചയുണ്ടാകും. ജഗത്തിനെ ഇഹം എന്നും പരം എന്നും രണ്ടായി ഭാവന ചെയ്തു പോരുന്നു. പ്രത്യക്ഷത്തിൽ അനുഭവവേദ്യങ്ങളായിത്തീരുന്ന പ്രാപഞ്ചിക പ്രതീതികളെയെല്ലാം ഇഹത്തിൽപ്പെടുത്തിയാണ് നാം മനസ്സിലാക്കുന്നത്. ഊഹാപോഹങ്ങളിലൂടെയും സങ്കല്പങ്ങളിലൂടെയും ഭാവന ചെയ്തെടുക്കുന്ന ലോകങ്ങളെയാണ് പരലോകമെന്ന് പറയുന്നത്. പരം എന്ന പദത്തിന് പരമമായത് എന്നും അന്യമായത് എന്നും അർത്ഥങ്ങളുണ്ട്. വ്യഷ്ടി സമഷ്ടി ഭാവങ്ങളെ അണുരൂപത്തിലും ബൃഹദ് രൂപത്തിലും ഭാവന ചെയ്ത് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള വിശകലന പ്രക്രിയയിൽ അണുവിലും അണുവായി അഥവാ പരമാണുവായി ദർശിക്കാവുന്ന വ്യഷ്ടിസത്തയെ വ്യഷ്ടിതലത്തിലുള്ള പരകോടി അഥവാ പര എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ നേർവിപരീതമാണ് സമഷ്ടിതല ബൃഹതി അഥവാ വിശ്വവിധാനീയതയിലെ പരകോടി. ഇഹലോകവാസം എന്നും പരലോകവാസം എന്നും മതങ്ങൾ ഉദ്ഘോഷിക്കുന്ന ലോകവാസ വിവക്ഷ കൽപ്പിതങ്ങളാണ്. അവിടെ പരം അഥവാ പര എന്ന പദത്തിന് ഗ്രാഹ്യമായതിനെല്ലാം അതീതമായിട്ടുള്ളത് എന്നർത്ഥമാണുള്ളത്. വിഷയങ്ങളെ ജഡാത്മകം എന്നും ഇന്ദ്രിയങ്ങളെ ചിദാത്മകം എന്നുമാണ് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിഷയങ്ങളെ ജഡമായും ഇന്ദ്രിയങ്ങളെ ചിത്തുമായി ഗുരു ബന്ധിപ്പിച്ചിരിക്കുന്നു. ചിജ്ജഡബന്ധമുള്ളപ്പോൾ മാത്രമാണ് അനുഭൂതികൾ ഉയർന്നു വരുന്നത്. ചിജ്ജഡബന്ധം അറ്റുപോയാൽ ശരീരം ശവമായി മാറുന്നു. ചിദ്ബന്ധം അതായത് ശിവബന്ധം നിലനിൽക്കുമ്പോൾ മാത്രമേ വിദ്യാരൂപത്തിൽ അറിവിനെ വെളിപ്പെടുത്തിയെടുക്കാൻ സാധിക്കൂ. ഈ അർത്ഥത്തിൽ ജീവനുള്ള അവസ്ഥയെ ശിവമയം എന്ന് വിശേഷിപ്പിക്കാം. ജഡമയമായ വിഷയങ്ങൾ ശിവമയമായ ചിത്തിനോട് ചേരുമ്പോൾ അവിദ്യയാകുന്ന കൂരിരുൾ മറഞ്ഞു പോവുകയും വിദ്യാപ്രകാശത്താൽ ഉണ്മാവിശേഷങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും. ആ നിലയിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ നോക്കിക്കാണുമ്പോൾ ബ്രഹ്മവിവർത്തത്തിന് വിധേയപ്പെടുന്ന അല്ലെ ബ്രഹ്മവിവർത്തിതമായ ഉണ്മാവിശേഷം എല്ലായിടത്തും നിറഞ്ഞു പ്രശോഭിക്കുന്നതായും സർവ്വതും ബ്രഹ്മമയമായും അനുഭവപ്പെടും. ശിവചിത് പരപാനു എഴുന്നരുളി അക്കൂരിരുൾ കോരിക്കുടിത്ത് വെളിയിർക്ക് ഉലാവും അതേ. അതായത് പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാനായി വിരാജിക്കുന്ന ശിവൻ എഴുന്നള്ളി വന്ന് ഇഹപരങ്ങളായ ജഗദ്രൂപത്തിലുള്ള കൂരിരുളിനെ കോരിക്കുടിച്ച് തന്നിൽ വിലയിപ്പിച്ചതിനു ശേഷം പുറത്തേക്ക് തള്ളിവിടുന്നു എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഇപ്രകാരം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ 5-ാമത് പതികത്തിലെ 7-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പാരൈമ്പുലങ്ങൾ പൊറിവായി മടിന്തു പകർവരിയ കാരണകാരിയ മറ്റു കരണക്കവർ കടിന്തു പൂരണച്ചോതിർ പുത്ത പുരുട പുണർക്കടിത്തു ചീരണമാചകച്ചോതിർ ചിന്തൈ തിറൈ കൊടുപ്പേൻ. പാരൈമ്പുലങ്ങൾ പൊറിവായ് മടിന്തു പകർവരിയ
കാരണകാരിയ മറ്റു കരണക്കവർ കടിന്തു പൂരണച്ചോതിയിർപ്പുത്ത പുരുടപ്പുണർ കടിത്തു ചീരണമാചകച്ചോതിയിർ ചിന്തൈ തിറൈ കൊടുപ്പേൻ. പാരൈമ്പുലങ്ങൾ. ഭൂമി മുതലായ 5 മഹാഭൂതങ്ങൾ. പാര് ഐം പുലങ്ങൾ. പൊറിവായ് മടിന്ത്, ഇന്ദ്രിയങ്ങളിൽ ലയിച്ച്. പകർവരിയ, പകർവ് അരിയ, അരിയ വിഷയജ്ഞാനമായി ഭവിച്ച്. കാരണകാരിയ മറ്റ്, കാരണം കാര്യം എന്ന ദ്വൈതമില്ലാതെയായി. കരണക്കവർ കടിന്ത്, കരണങ്ങളുടെ പരിധിക്ക് അപ്പുറമുള്ള പുത്തപുരുടർ, ബുധന്മാരായ പുരുഷന്മാരുടെ പുണർഗർ പ്രലോഭനങ്ങളെ പൂരണചോതിയിർ തീർത്ത് പരിപൂർണ ജ്യോതിസിൽ ലയിപ്പിച്ച്. ചീരണ അവാച്യമായ മാജഗജ്യോതിയിൽ, മഹത്തായ ജഗജ്യോതിയിൽ. ചിന്തൈ ചിന്തകളെ തിറൈ കൊടുപ്പേൻ ഞാൻ തീറായി കൊടുക്കുന്നു. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. പഞ്ചമഹാഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും കേവലം പ്രകാശമാത്രമായ പരം ജ്യോതിസിൽ ലയിച്ച് ഇല്ലാതായിത്തീരുന്നു. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്തതും കാര്യകാരണ വിമുക്തവും ആന്തരികവും ബാഹ്യവുമായ കരണങ്ങൾക്ക് അതായത് ഇന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യവുമായ പൂർണ്ണ ജ്യോതിസിലാണ് ബോധോദയം സിദ്ധിച്ച മഹാപുരുഷന്മാർ പ്രലോഭനങ്ങളെ വിലയിപ്പിച്ചു കളയുന്നത്. അവാച്യവും അതിമഹത്തും സർവവ്യാപിയുമായ ആ പരം ജ്യോതിസിൽ ഞാൻ എൻ്റെ സകല ചിന്തകളെയും തീറായി അർപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ധ്യാനയോഗ സാധനയിലൂടെ ശിവസായുജ്യ പദപ്രാപ്തി കൈവരിക്കാൻ പോകുന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള സ്വാനുഭവ സാക്ഷ്യമാണ് ഈ പാടലിൽ വരയപ്പെട്ടിരിക്കുന്നത്. പ്രാപഞ്ചികമായ ജഗദ്വിലാസ പൊരുളിനെ ഏകവും അഖണ്ഡവുമായ ജ്ഞാനജ്യോതിസായി ദർശിച്ച ഗുരുദേവൻ പഞ്ചമഹാഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളുമെല്ലാം കേവലമായ ജ്ഞാനജ്യോതിസിൽ വിലയിച്ചമരുന്നത് നേരിൽ കണ്ടറി. ആനുഭൂതികമായ ആ നിർവൃതിയിൽ എത്തി നിൽക്കുന്ന ഗുരുവിൻ്റെ സ്വത്വവർണ്ണനയാണ് ഈ പാടലിൻ്റെ ആദ്യ പകുതിയിൽ കാണാൻ സാധിക്കുന്നത്. വാഗാതീതവും ബാഹ്യവും ആന്തരികവുമായ കരണങ്ങൾക്ക് അപ്രാപ്യമായ ജ്ഞാനജ്യോതിസിൽ വിലയിച്ച ഗുരുവിന് പ്രാപ്തമല്ലാത്തതായി യാതൊന്നും അവശേഷിക്കാത്ത സ്ഥിതിയാണ് അവിടെ സംജാതമായത്. ബോധോദയം സിദ്ധിച്ച മഹാപുരുഷന്മാർക്ക് സംസിദ്ധമായി തീർന്ന ജ്ഞാനലാഭം ഗുരുവിനും സംസിദ്ധമായി ഭവിച്ചു. അക്കാര്യം ബോധ്യമായ മഹാഗുരു ഞാനിതാ എൻ്റെ സകല ചിന്തകളെയും ഈ പരംജ്യോതിസിൽ തീറായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നു. അത്യന്തം ശ്രദ്ധയോടുകൂടി വ്യാഖ്യാനിച്ചറിയേണ്ട ഒരു പ്രയോഗമാണിത്. ബോധോദയം സിദ്ധിച്ച പരമജ്ഞാനികൾ അഹങ്കാരം അശേഷവുമില്ലാത്തവരായി സ്വയം പരിണാമപ്പെടും. ഞാൻ ആത്മജ്ഞാനിയായി തീർന്നു എന്നോ ഞാനും പരമജ്ഞപദത്തിൽ എത്തിച്ചേർന്നു എന്നോ സ്വയം സമർത്ഥനം നടത്താൻ പരമജ്ഞന്മാർ ഒരിക്കലും തയ്യാറാവുകയില്ല. ഞാനിതാ ഈ പരംജ്യോതിസിൽ എൻ്റെ ചിന്തകളെയെല്ലാം തീറായി സമർപ്പിക്കുന്നു എന്ന പ്രയോഗത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന സമർത്ഥന ധ്വനി തന്നെയാണുള്ളത്. അതിൻ്റെ ഭാവം വിനയാന്വിതമാകുന്നു എന്ന് മാത്രം.
ഏതെങ്കിലും ഒരു വസ്തു തീർവ് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് തീർവ് കൊടുക്കുന്ന ആളിന് ആ വസ്തുവിന്മേൽ യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ഗുരുദേവൻ തൻ്റെ സർവചിന്തകളെയുമാണ് പരംജ്യോതിസിൽ തീറായി സമർപ്പിച്ചത്. ഗുരുമനസ് ചിന്താമുക്തമായി ഭവിച്ചു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചിന്തകളെല്ലാം അസ്തമിക്കുന്നതോടെ സർവ മനോവ്യാപാരങ്ങളും കെട്ടടക്കും. യോഗീശ്വരന്മാർ എത്തിച്ചേരുന്ന പരമമായ പദം അതാണ്. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്ന ഉപനിഷത്ത് മഹാവാക്യപ്പൊരുളിൻ്റെ സാർത്ഥക സ്ഥാനമാണത്. ധ്യാനയോഗ സാധനയിലെ അവസാന പടിയിൽ എത്തിച്ചേർന്ന ഗുരുദേവൻ ആത്മസമർപ്പണം നടത്തി ശിവസായുജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വാങ്മയ ചിത്രം ഭംഗ്യന്തരേണ ഈ പാടലിൽ വരയപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ 5ാമത് പതികത്തിലെ 8ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തേകമിതു തിട്ടമല്ല ദിവ്യാനന്ദത്തെള്ളമുത്തിൽ താകമറമൂഴ്കി ചാതന ചാത്തിയ ചാർവൊഴിന്തു പോകും പഠിക്കുപ്പുവനേകനാഥൻ കരുണൈ പൂത്ത പാകം പകന്ത പചുങ്കൊടിയോടിങ്കണൈവതെன்றോ. തേകമിതു തിട്ടമല്ല ദിവ്യാനന്ദത്തെള്ളമുതിൽ താകമറമൂഴ്കി ചാതന ചാത്തിയ ചാർവൊഴിന്തു പോകും പഠിക്കുപ്പുവനേകനാഥൻ കരുണൈ പൂത്ത പാകം പകർന്ന പചുങ്കൊടിയോടിങ്കണൈവതെன்றോ. തേകം ഇത് തിട്ടമല്ല, ഈ ദേഹം സ്ഥിരമല്ല. ദിവ്യാനന്ദത്തെള്ളമുതിൽ, ദിവ്യാനന്ദമാകുന്ന തെളിമയുള്ള അമൃതിൽ, ദിവ്യ ആനന്ദ തെൾ അമുതിൽ താകം അറമൂഴ്കി, ദാഹം അറ്റുപോകുന്ന വിധം അതിൽ മുഴുകി, ചാതന ചാത്തിയ ചാറു, സാധനം സാധ്യം എന്ന ഭേദത്തിനുള്ള ഇടം ഒഴിന്തുപോകും പഠിക്ക്, ഇല്ലാതായിത്തീരുന്ന വിധത്തിൽ കരുണൈ പൂത്ത്, കരുണ പൂവിട്ട്, അപ്പാകം പകർന്ന, ആ പാകം വന്ന, പചുങ്കൊടിയോട്, പുതുവള്ളിയോടുകൂടി, ഭുവനേകനാഥൻ, ഭുവനൈകനാഥൻ ഇങ്ക് അണൈവതെன்றോ, ഇവിടെ വന്നണയുന്നത് എന്നാണാവൂ. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. എൻ്റെ ഈ ദേഹം അസ്ഥിരമാണ്. ദിവ്യാനന്ദമാകുന്ന തെളിമയുള്ള അമൃതിൽ മുങ്ങി, ദാഹമറ്റുപോകും വിധം മുഴുകി, സാധനാസാധ്യഭേദം ഇല്ലാതായിത്തീരും വിധം കരുണ പൂവിട്ടു പാകം വന്ന പുതുവള്ളിയോടുകൂടി ഭുവനൈകനാഥൻ എന്നാണാവോ ഇവിടെ വന്നണയുന്നത്. ശിവസാക്ഷാത്കാരം നേടാനായി ധ്യാനയോഗ സാധനയിൽ മുഴുകിയ ശ്രീനാരായണ ഗുരുവിന് സ്വശരീരം അസ്ഥിരമാണെന്ന ബോധം വെളിപ്പെട്ടു കിട്ടി. സ്ഥിരതയുള്ളതായി ഇവിടെയുള്ളത് തെളിവാർന്ന ജ്ഞാനാനന്ദാനുഭൂതി ഒന്നു മാത്രമാണെന്നും ഗുരു തിരിച്ചറിയും. അതോടെ സാധനയും സാധ്യവും സാധകനും മൂന്നാണെന്ന നില, അതായത് ത്രിപുടി, ഇല്ലാതായിത്തീർന്നു. ഇനി ഭുവനൈകനാഥനായും പരംപൊരുളായും വിലാസം ചെയ്യുന്ന ശിവൻ തന്നെയായ
ജ്ഞാനതരുവിൽ പടർന്നേറിയ നിത്യനൂതനമായ ജ്ഞാനവല്ലരി പൂത്തുലഞ്ഞു പാകം വന്നു നിൽക്കുന്ന കാഴ്ച, അതായത് ജ്ഞാനാനന്ദ നിർവൃതി കയ്യെത്തും ദൂരത്തു തന്നെ എന്ന് തിരിച്ചറിഞ്ഞ് ആനന്ദമഗ്നനായിത്തീരുന്ന ഗുരുവിൻ്റെ അവസ്ഥയാണ് ഈ പാടലിൽ ദർശിക്കാൻ സാധിക്കുന്നത്. ശിവസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞ അവസ്ഥാചിത്രം തന്നെയാണ് ഇവിടെ വരയപ്പെട്ടിരിക്കുന്നതെങ്കിലും സാധാരണ ശിവയോഗികളിൽ നിന്നും വ്യത്യസ്തനായി ശൈവപ്രഭാവത്തെ തനിമയോടുകൂടി സ്വാംശീകരിച്ച് കർമ്മയോഗത്തിലൂടെ പ്രായോഗിക അദ്വൈതം യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്ന ദൗത്യം സ്വയം ഏറ്റെടുക്കുന്ന ഗുരുവിൻ്റെ മനോവ്യാപാരങ്ങളും ഇവിടെ സന്നിവേശിപ്പിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. താത്വികമായി ശൈവപ്രഭാവത്തെ പൂർണ്ണതയോടുകൂടി തന്നെ ഗുരു സാക്ഷാത്കരിച്ചെടുത്തു. എന്നാൽ പ്രായോഗിക തലത്തിലേക്ക് അതിനെ സന്നിവേശിപ്പിക്കാൻ മുൻ മാതൃകകൾ ഒന്നും മുന്നിലില്ലാത്തതിൻ്റെ ക്ലേശം ഗുരു അനുഭവിക്കുന്നതായും ഈ വരികൾ ചികഞ്ഞു വായിക്കുമ്പോൾ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. തുടർന്ന് വരുന്ന 2 പാടലുകളിൽ അക്കാര്യം സ്പഷ്ടീകരിച്ചിട്ടുമുണ്ട്. പുവനൈകനാഥൻ കരുണൈ പൂത്ത പാകം പകർന്ന് അപ്പജുങ്കൊടിയോട് ഇങ്ക് അണൈവതൻറോ എന്ന ചോദ്യരൂപേണയുള്ള ഈ പാടലിലെ ഉപസംഹാരം ചിന്തോദ്ദീപകമാണ്. ഭുവനത്തിന് ഏകനാഥനായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന പരമശിവൻ, അതായത് സൃഷ്ടിന്മുഖ സംഹാര ശക്തി പൊരുൾ തന്നെ ആ പൊരുളിൽ വിലയിപ്പിച്ച്, ഇവിടെ തന്നെ എന്ന് പറയുന്നത് ഗുരുദേവനെയാണ്, പകർന്നാടാൻ തയ്യാറാകുന്ന അവസ്ഥാവിശേഷത്തെയാണ് കരുണ പൂവിട്ടു പാകം വന്ന പുതുവള്ളിയോടു കൂടി വന്നണയുന്ന അവസ്ഥയായി ചിത്രീകരിച്ചിരിക്കുന്നത്. ജ്ഞാനതരുവായി വിരാജിക്കുന്ന ശൈവതത്വത്തെ പൊതിഞ്ഞ് ചുറ്റിപ്പടർന്ന പുതുവള്ളിയായി, തളിരിട്ട് ശക്തിയായി പടർന്നു കയറുന്ന വള്ളിയായി സ്വയം പരിണാമപ്പെടാൻ തനിക്ക് സാധിക്കുന്ന പക്ഷം ശൈവപ്രഭാവത്തെ അവലംബമാക്കി തനിക്ക് യഥേഷ്ടം പകർന്നാട്ടം നടത്താൻ സാധിക്കും എന്ന ഭാവനയാണിവിടെ ആലങ്കാരികമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ബലമുള്ള തടിയിൽ പടർന്നു കയറി തഴച്ചു വളരുന്ന വള്ളികൾ പോലെ നിർഭയം ശൈവധർമ്മ നിർവഹണ പ്രക്രിയയിൽ വ്യാപൃതനാകാനുള്ള ഗുരുവിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാവചിത്രമാണിവിടെ വരയപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 5ാമത് പതികത്തിലെ 9ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പഞ്ചപ്പടും പറവയ്ക്കോ പരമ്പി പാഴ്മനമാം പുഞ്ചക്കലൈ കൊയ്ത് പുലങ്കുടി പൊക്കിഴമാം കഞ്ഞിക്കുടിക്കോ കുടിയേറ്റി നീ കരുണാകരനെ തഞ്ചം തിരുവടി എൻറുതമിയേൻ തളരുകിன்றேன் പഞ്ചപ്പടും പറവയ്ക്കോ പരമ്പി പാഴ്മനമാം പുഞ്ചക്കലൈ കൊയ്തു പുലങ്കുടി പൊക്കിഴമാം കഞ്ചിക്കുടിക്കോ കുടിയേറ്റി നീ കരുണാകരനെ തഞ്ചം തിരുവടി എൻറുതമിയേൻ തളരുകിன்றேன். പഞ്ചപ്പടും പറവയ്ക്കോ, പഞ്ചീകരിക്കപ്പെടുന്ന, അതായത് പാഴായി ഇല്ലാതായി പോകുന്ന പറവകൾക്കു വേണ്ടിയാണോ, ഈയാമ്പാറ്റകൾക്ക് വേണ്ടിയാണോ എന്നർത്ഥവും പറയാം. പരമ്പി, ഈ പ്രപഞ്ചം വിരിച്ചിട്ടത്, ഈ പാഴ്മനമാം
ഈ പാഴ്മനസ്സാകുന്ന പുഞ്ചക്കളൈ കൊയ്ത്, പുഞ്ചപ്പാടത്ത് വളരുന്ന പാഴ്കളകൾ കൊയ്ത്, പൊക്കിഴമാം കാമ്പില്ലാത്ത ദേഹത്തെ പോറ്റാനായി കഞ്ഞി കുടിക്കാനായിട്ടാണോ? അല്ലെ തിന്നുകുടിച്ച് ജീവിക്കാൻ വേണ്ടിയാണോ നീ കുടിയേറ്റി കരുണാകരനെ, നീ കുടിയിരുത്തിയത് കരുണാകര? തഞ്ചം, അഭയം, തിരുവടിയன்று, തൃപ്പാദങ്ങൾ തന്നെ എന്ന് കരുതി ജീവിക്കുന്ന തമിയേൻ, നിരാശ്രയനായ ഞാൻ തളരുകിன்றേൻ, തളർന്ന് പോകുന്നുവല്ലോ. അപ്പോൾ ഇവിടെ ഈ പാടലിലൂടെ ഗുരു പറഞ്ഞിരിക്കുന്നതിൻ്റെ വാച്യാർത്ഥം ഇതാണ്: കരുണാകരനായ ഭഗവാനെ, പറവകളെപ്പോലെ സദാ പാറിപ്പറന്ന് നടക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് മേയുവാൻ വേണ്ടിയാണോ ഈ ലോകത്തെയും അതിലുള്ള ഭോഗവിഷയങ്ങളെയും നീ ഇങ്ങനെ പരത്തിയിട്ടിരിക്കുന്നത്? അതോ മനസ്സാകുന്ന പുഞ്ചവയലിലെ പാഴുകളകൾ കൊയ്ത് കഞ്ഞിയുണ്ടാക്കി കുടിച്ച് വെറും പൊങ്ങുതടി പോലെയുള്ള ശരീരത്തെ പോറ്റി വളർത്താൻ വേണ്ടി നിഷ്ഫല കർമ്മങ്ങൾ ചെയ്ത് ആയുസ് നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയാണോ എന്നെ ഈ ദേഹത്തിൽ കുടിയിരുത്തിയത്? ഈ കുടുക്കിൽപ്പെട്ടുഴറുന്ന എനിക്ക് നിന്തിരുവടി തന്നെയാണ് ആശ്രയം. ശ്രദ്ധാപൂർവം മനനം ചെയ്തറിയേണ്ട ഒരു പാടലാണിത്. പറക്കാൻ കഴിവുള്ള സർവ്വപ്രാണികളും ഉൾപ്പെടുന്ന ജീവി സമൂഹത്തെയാണ് ഗുരുദേവൻ പറവകളായി വിശേഷിപ്പിച്ചത്. ഈയാമ്പാറ്റകളും പറവകളുടെ ഗണത്തിൽപ്പെടുന്നവയാണ്. ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ച് അഗ്നിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഈയാമ്പാറ്റകൾ അഗ്നിയിൽ ദഹിച്ച് പഞ്ചപ്പെട്ടുപോകുന്നു. പഞ്ചഭൂതാത്മകമായ ജീവശരീരത്തിൻ്റെ നാശത്തെയാണ് പഞ്ചപ്പെടൽ അഥവാ പഞ്ചഭൂതങ്ങളായി പിരിഞ്ഞ് വിലയിക്കൽ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. മനനശേഷി പ്രദാനം ചെയ്യുന്ന ജ്ഞാനേന്ദ്രിയങ്ങളോട് കൂടിയതാകുന്നു മനുഷ്യ ശരീരം. അതുകൊണ്ട് തന്നെ ഇതര ജീവികളുടെ ശരീരത്തേക്കാൾ ശ്രേഷ്ഠമാണ് മനുഷ്യ ശരീരം. എന്നാൽ നാം ശരീരമാകുന്നു എന്ന് തെറ്റിയറിയുന്ന മനുഷ്യൻ ആ പദവിക്ക് അർഹനല്ല. മനസ്സാകുന്ന പുഞ്ചപ്പാടത്തിൽ വിളയുന്ന കളകൾ കൊയ്ത് കഞ്ഞി കുടിച്ച് ആയുഷ്കാലം തള്ളി നീക്കാനുള്ളതല്ല മനുഷ്യജീവിതം. പ്രാപഞ്ചിക വിസ്മയങ്ങളെയും ഭൗതിക ഭോഗങ്ങളെയും പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത് ശലഭങ്ങൾ അഗ്നിയെ പ്രണയിക്കുന്നത് പോലെ അവയിലേക്ക് ആകർഷിക്കപ്പെടുവാൻ വേണ്ടിയല്ല എന്ന് തിരിച്ചറിയാൻ വിവേകികൾക്കേ സാധിക്കും. പരബ്രഹ്മമൂർത്തിയായ ശിവന്റെ കാരുണ്യത്താൽ തനിക്ക് അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളതിനാൽ തനിക്ക് തളരാതെ മുന്നോട്ടു പോകുവാനും മുക്തിപദത്തിൽ എത്തിച്ചേരാനും സാധിക്കും എന്ന് ശിവസായുജ്യത്തിലേക്കുള്ള ചവിട്ടുപടിയിൽ എത്തി നിൽക്കുന്ന ഗുരുവിൻ്റെ ആത്മഗതമാണിവിടെ വരയപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനൊഴികെയുള്ള ജീവജാലങ്ങളെല്ലാം പ്രകൃതിയുടെ ഇച്ഛാനുസരണം ജനിച്ചു ജീവിച്ച് മരിച്ചു പോകുന്നവയാണ്. പ്രകൃതി നിയതി അനുസരിച്ച് പ്രവർത്തിക്കുവാൻ മാത്രമേ അവയ്ക്ക് സാധിക്കുന്നുള്ളൂ. മനുഷ്യന്റെ കാര്യം വ്യത്യസ്തമാണ്. തങ്ങൾക്ക് പ്രതികൂലമായ പ്രകൃതിയെ അനുകൂലമാക്കി തീർത്ത് ജീവിതം സുഖപൂർണമാക്കി തീർക്കാനുള്ള സിദ്ധിവിശേഷമുള്ളവനായ മനുഷ്യൻ ജീവിതം നയിക്കുന്നവനാണ്. ഭൗതിക സുഖഭോഗങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ ദേഹപൂജകനായി ചുരുങ്ങിപ്പോകുന്നു. നശ്വരമായ ശരീരത്തിൻ്റെ സുഖം മാത്രം ജീവിത ലക്ഷ്യമാക്കി തീർക്കുന്ന മനുഷ്യന് നരജന്മത്തെ സാർത്ഥകമാക്കി തീർക്കുവാൻ സാധിക്കാതെ പോകും. ആത്മീയതയുടെയും ഭൗതികതയുടെയും സമന്വയത്തിലൂടെ മാത്രമേ ജീവിതം സാർത്ഥകമാക്കി തീർക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവുള്ളവനാണ് വിവേകിയായ മനുഷ്യൻ. അങ്ങനെ ഉള്ളവൻ ഈയാമ്പാറ്റയെപ്പോലെ അഗ്നിക്കിരയായി പോവുകയില്ല. ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ
ദേഹത്തിൻ്റെ നശ്വരതയെപ്പറ്റി ബോധവാന്മാരായിത്തീരുന്ന വിവേകികൾ അനശ്വരമായ ആത്മസത്യത്തെ സാക്ഷാത്കരിച്ച് പരബ്രഹ്മ സായുജ്യം നേടാൻ വേണ്ടി യത്നിക്കും. അതിന് ആത്മതേജോ പ്രഭാവം കൂടിയേ തീരൂ. ശിവയോഗിയായിരുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ധ്യാനയോഗ സാധനയിലൂടെ ശൈവതത്വപ്പൊരുളിനെ സാക്ഷാത്കരിച്ചെടുക്കുന്നതിൽ വിജയിച്ചു. ഇനി ശൈവ പ്രഭാവ പൊരുളിൽ ആണ്ട് പൂണ്ട് കർമ്മയോഗത്തിൽ പതറാതെ മുന്നേറ്റം നടത്തി ശിഷ്ടകാലം അർത്ഥപൂർണമാക്കി തീർക്കാനുള്ള ശ്രമത്തിൽ താൻ വിജയിക്കും എന്ന ഗുരുവിൻ്റെ ശുഭാപ്തി വിശ്വാസമാണ് ഈ പാടലിൽ വരയപ്പെട്ടിരിക്കുന്നത്. വ്യവസ്ഥാപിത പാരമ്പര്യ സന്യാസികളിൽ നിന്നും ഗുരു എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് ഈ പാടലിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. മഹാഗുരു ശിവപദവിയിലേക്ക് ഉയരാൻ പോകുന്നതിൻ്റെ സ്വാനുഭവ വർണ്ണനയായി ഈ പാടലിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 5-ാമത് പതികത്തിലെ 10-ാമത്തെയും അവസാനത്തേതുമായ പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എന്ത കണത്തിലെതിരമൻ വലയിർ പിണിപ്പറ്റന്തക്കരണ മകങ്കാരമിഞ്ഞാനപ്പിരാകാശമുണ്ടായി എന്ത കണങ്ങളും എട്ടാതിണയിർ പരജീവത്തിൻ കന്തക്കമല മലർപ്പതമിരണ്ടും കതി നമക്കേ. എന്ത കണത്തിലെതിരറ്റമൻ വലയിർ പിണിപ്പറ്റന്തക്കരണ മകങ്കാരമിഞ്ഞാനപ്പിരാകാശമുണ്ടായി എന്ത കണങ്ങളും എട്ടാതിണയിർ പരജീവത്തിൻ കന്തക്കമല മലർപ്പതമിരണ്ടും കതി നമക്കേ. എന്തക്കണ്ണത്തിൽ ഏതു ക്ഷണത്തിൽ എതിരറ്റ് എതിരില്ലാതെയായി യമൻ വലയിർ യമൻ്റെ വലയിൽ നിന്നുള്ള പിണിപ്പറ്റ് ബന്ധമറ്റ് കണ്ണിയറ്റുപോകുന്നത് അന്തക്കണ്ണം ആ ക്ഷണത്തിൽ അഹങ്കാരമിൽ എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഇല്ലാതെയായി ജ്ഞാനപ്പിരാകാശമുണ്ടായി. ജ്ഞാനപ്രകാശം തെളിഞ്ഞു കിട്ടി. എന്തക്കണങ്ങളും ഏതു തരത്തിലുള്ള ഭൂതഗണങ്ങളും എട്ടാത് എന്ന് പറഞ്ഞാൽ എട്ടുപോലെയുള്ള കുരുക്കിൽപ്പെട്ടു പോകാതെ പരമജീവത്തിൻ കന്തക്കമല മലർപ്പദം പരമശിവന്റെ സുഗന്ധപൂരിതമായ പാദകമലങ്ങൾ രണ്ടും ഇണങ്ങിച്ചേർന്ന് കതി നമുക്ക് ഗതി അരുളും. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. ഏത് നിമിഷത്തിലാണോ യമൻ്റെ വലക്കണ്ണികൾ പൊട്ടിച്ച് എതിരിടാനാവാത്ത വിധമുള്ള മനക്കരുത്ത് സമാർജിതമായി തീരുന്നത്, ആ നിമിഷം ജ്ഞാനപ്രകാശമുണ്ടാവുകയും അഹങ്കാരം അറ്റുപോവുകയും സർവഭൂതഗണങ്ങളുടെയും എട്ടുപോലെയുള്ള കെട്ടുപൊട്ടിച്ച് പരമശിവതത്വത്തിൽ വിലീനനായി ഗന്ധപൂരിതമായ ശിവപാദ കമലദ്വയത്തോടിണങ്ങിച്ചേർന്ന് നമുക്ക് ശിവസായുജ്യ പദവിയിൽ എത്തിച്ചേരാൻ സാധിക്കും. അതിഗഹനമായ അർത്ഥങ്ങളുള്ള ഒരു പാടലാണിത്. ദ്രാവിഡ ഉപനിഷത്തുക്കളാണ്
തേവാരങ്ങൾ. പാടലുകളുടെ രൂപത്തിലാണ് അവയുടെ രചന നിർവഹിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും ഔപനിഷദമാണ് അവയിലെ ചിന്തകൾ. അക്കാര്യം ബോധ്യപ്പെടുത്തി തരുന്നതിനു വേണ്ടി കൂടിയാണ് ഗുരുദേവൻ തേവാരപ്പതികങ്ങൾ രചിച്ചിട്ടുള്ളതെന്ന് കരുതാവുന്നതാണ്. ഏകവും അദ്വയവും അഖണ്ഡവുമായ പരബ്രഹ്മപ്രാപ്തിയാണ് ഉപനിഷത്തുക്കളുടെ ആത്യന്തികമായ ലക്ഷ്യം. ശൈവസിദ്ധാന്തികളുടെ ആത്യന്തിക ലക്ഷ്യവും ഇതുതന്നെയാണ്. അതിന് ശിവസായുജ്യം എന്ന പേര് നൽകിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉപനിഷത്തുക്കൾ ആര്യപ്രോക്തങ്ങളും തേവാരങ്ങൾ ദ്രാവിഡ പ്രോക്തങ്ങളുമാണ്. കഠോപനിഷത്തിലെ സാരസംഗ്രഹം തന്നെയാണ് ഈ പാഠകളിലും കാണാൻ സാധിക്കുന്നത്. യമന്റെ വലക്കണ്ണികൾ പൊട്ടിച്ച് എതിരിടാനാവാത്ത ജ്ഞാനബലം ആർജിച്ചെടുത്താൽ ആ നിമിഷം ശിവന്റെ പാദകമലദ്വയത്തിൽ അഭയം ലഭിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കുമ്പോൾ യമനും ശിവനും ഒരാൾ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു കിട്ടുന്നതാണ്. യമനും വിഷ്ണുവും ബ്രഹ്മാവും രുദ്രനും എല്ലാം ശിവന്റെ തന്നെ വിവിധ ഭാവരൂപങ്ങളാകുന്നു എന്ന് ഈ കൃതിയിൽ തന്നെ ഗുരു മറ്റു പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട്. യമതത്വപ്പൊരുൾ അറിയാത്തവർക്കാണ് യമഭയമുണ്ടാകുന്നത്. മരണദേവനായ യമനൊരു കൊലയാളി നേതാവല്ല. ആരാച്ചാരുടെ ധർമ്മവുമല്ല യമധർമ്മം. ശിവപാശത്തെ തന്നെയാണ് യമപാശമായി മനസ്സിലാക്കേണ്ടത്. പശുപതിയായ ശിവൻ തന്നെയാണ് എട്ടിന്റെ ഗുരുക്കിട്ട പാശവുമായി അധർമ്മ നിഗ്രഹാർത്ഥം ഭൂതഗണങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ശൈവഭൂതങ്ങൾ സൃഷ്ടിന്മുഖ സംഹാര പ്രക്രിയയിലെ സ്വയംകൃത ക്രമീകരണങ്ങളുടെ ശക്തിപ്രതീകങ്ങൾ മാത്രമാണ്. യമന്റെ പാശക്കുരുക്ക് അഥവാ വലക്കണ്ണി ഒരു കൽപ്പിത കാവ്യബിംബമാണ്. യമനം ചെയ്യുന്നവൻ അഥവാ കാലനിയന്ത്രണ ധർമ്മം നിർവഹിക്കുന്നവനാണ് യമദേവൻ. കാലാഗ്നി രുദ്രഭാവം പൂണ്ട ശിവനും യമനും ചാക്രിക വാഴ്വിനെ നിയന്ത്രിക്കുന്ന ശക്തി തന്നെയാണ്. ഇത്തരത്തിൽ ശിവതത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സുഗന്ധപൂരിതമായ ശൈവ കമലപാദദ്വയത്തിൽ ചേർന്നമരുവാനുള്ള മോഹം മാത്രമേ അവശേഷിക്കുകയൂ. കന്തക്കമല മലർപ്പദമിരണ്ടും കതി നമുക്കേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത്. ആരാധ്യദേവന്റെ അഥവാ ദേവിയുടെ പാദമലരിന് കുമ്പിടുന്നു എന്ന പ്രയോഗം സ്തോത്രകൃതികളിൽ വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടു കാണുന്നുണ്ട്. ശ്രീപാദപത്മം, പദാംബുജം തുടങ്ങിയ വർണ്ണനകളും ധാരാളമായി പ്രയോഗിക്കപ്പെട്ടു കാണുന്നു. അതുപോലെ ചിത്രങ്ങളിൽ ദേവീദേവന്മാരെ താമരപ്പൂവിൽ പദമൂന്നി നിൽക്കുന്നതായും ചിത്രീകരിക്കപ്പെട്ടു കാണുന്നു. താമര ഹൃദയപ്രതീകമാണ്. ഹൃദയപീഠത്തിലിരുത്തി ഇഷ്ടദേവതയെ ആരാധിക്കുന്നു എന്നാണ് ഈ കൽപ്പന ദ്യോതിപ്പിക്കുന്നത്. ഹൃദയത്തെ അറിവിൻ്റെ ഇരിപ്പിടമായും ഋഷികവികൾ ഭാവന ചെയ്തു. ജ്ഞാനസ്വരൂപതയാണ് ദൈവത്തിനവർ കൽപ്പിച്ചു നൽകിയത്. അറിവിൻ്റെ പ്രഭാവപൂർണത ശിവനിൽ ദർശിച്ച ഗുരുദേവൻ ശിവപാദങ്ങളെ ജ്ഞാനസ്വരൂപത്തിൽ പ്രതിഷ്ഠാകൽപ്പന നൽകി ചിത്തിൽ പ്രതിഷ്ഠിച്ചു. പ്രാപഞ്ചികതയുടെയും താത്വിക ജ്ഞാനത്തിൻ്റെയും പ്രതീകങ്ങളാണ് ശിവപാദങ്ങൾ. ആത്മീയതയെ ഭൗതികതയുമായി സമന്വയിപ്പിക്കുന്ന ഗുരുദർശനത്തിൻ്റെ പ്രതിഷ്ഠാപീഠമായി ഈ പാടലിൽ ശിവന്റെ കമല മലർപദദ്വയത്തെ ഭാവന ചെയ്തിരിക്കുന്നു. ശിവോഹം എന്നും സർവം ശിവമയം എന്നുമുള്ള ഔപനിഷദ മഹാത്മ്യ മഹാവാക്യപ്പൊരുളുകളുടെ അർത്ഥം ഇവിടെ ശരിക്കും ഗുരു ഈ പാടലിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള 50 പാടലുകൾ അടങ്ങുന്ന തേവാരപ്പതികങ്ങൾ എന്ന
ഈ ദ്രാവിഡ വേദാന്ത കൃതിയുടെ പഠനം ഇവിടെ പൂർത്തിയാകും. ഗുരുധർമ്മം ജയിക്കട്ടെ.